ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസോർഡേഴ്സ് ഓഫ് തോട്ട് ആണ്. അതായത് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ്റെ അകത്ത് നമ്മൾ തോട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസോർഡേഴ്സ് ഓഫ് തോട്ടിനകത്ത് പറയുന്നത്. അപ്പോൾ ഡിസോർഡേഴ്സ് ഓഫ് തോട്ടിനകത്ത് 4 കാര്യങ്ങളാണ്, 4ആയിട്ടാണ് അതിനെ തിരിച്ചിട്ടുള്ളത്. 1 സ്ട്രീം ഓഫ് തോട്ട്, 2 ഫോം ഓഫ് തോട്ട്, 3 കണ്ടന്റ് ഓഫ് തോട്ട്, 4 പൊസഷൻ ഓഫ് തോട്ട്. ഇതിനകത്ത് സ്ട്രീം ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രീം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലോ, നമ്മുടെ തോട്ടിന്റെ ഫ്ലോയിനെയാണ് സ്ട്രീം ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ അനുസരിച്ചിട്ട് നമ്മൾ സ്ട്രീം ഓഫ് തോട്ടിനകത്ത് നോക്കുന്ന കാര്യങ്ങൾ പ്രഷർ ഓഫ് സ്പീച്ച്, ഫ്ലൈറ്റ് ഓഫ് ഐഡിയ, സർക്കംസ്റ്റാൻഷ്യാലിറ്റി, ടാൻജൻഷ്യാലിറ്റി, ക്ലാങ് അസോസിയേഷൻ, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതായത് പേഷ്യന്റിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് അയാളുടെ ഉത്തരത്തിൽ നിന്ന് അയാളുടെ പ്രഷർ ഓഫ് സ്പീച്ച്, ഭയങ്കര പ്രഷർ ചെയ്താണോ സംസാരിക്കുന്നത്, അതാ നോർമലായിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഞാൻ എണീറ്റിട്ട് ആദ്യം പല്ല് തേക്കാൻ പോയായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ അതിനകത്തൊന്നും നമ്മുടെ ആൻസർ എന്താ കഴിച്ചെന്നുള്ളത് വരുന്നില്ല. അതായത് ഫ്ലൈറ്റ് ഓഫ് ഐഡിയ, രാവിലെ എണീറ്റു എന്നുള്ള കാര്യം പറഞ്ഞു, രാവിലെ എണീറ്റപ്പോൾ പല്ല് കഴിച്ചിട്ടിരുന്നപ്പോൾ അടുത്ത ആളോട് സംസാരിച്ച കാര്യം, അങ്ങനെ ഒരു ടോപ്പിക്കിൽ നിന്ന് വേറെ ടോപ്പിക്കിലേക്ക് മാറി പോകുന്നതാണ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. ദെൻ സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങും, പക്ഷെ ഉത്തരം കംപ്ലീറ്റ് ആക്കുന്നില്ല. ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങി അതിൽ നിന്ന് വേറെ കാര്യങ്ങളിലേക്ക് പോയി കുറെ വളഞ്ഞ് അവസാനം കുറെ അനാവശ്യ എക്സ്പ്ലനേഷന് ശേഷം ഫൈനലി നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. അപ്പോൾ വളഞ്ഞ് മൂക്കെ പിടിക്കുന്നത് പോലെ ഒരുപാട് അനാവശ്യ എക്സ്പ്ലനേഷന് ശേഷം നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുവാണെങ്കിൽ അതാണ് സർക്കംസ്റ്റാൻഷ്യാലിറ്റി. ഇതേപോലെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് അനാവശ്യ എക്സ്പ്ലനേഷനുകൾ തരികയും അവസാനം ഉത്തരം എത്താതിരിക്കുകയും ചെയ്യുവാണെങ്കിൽ അതിനെ ടാൻജൻഷ്യാലിറ്റി എന്നും പറയും. ദെൻ അടുത്തത് ക്ലാങ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൈമിംഗ് പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ഒപ്പിച്ചൊപ്പിച്ച് പ്രാസം ഒപ്പിച്ചൊക്കെ സംസാരിക്കത്തില്ലേ, അതേപോലെ. എന്നാൽ അതിനകത്ത് വലിയ മീനിങ് ആയിട്ട് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. അതാണ് ക്ലാങ് അസോസിയേഷൻ ആയിട്ട് പറയുന്നത്. ഈ 4 കാര്യങ്ങളാണ് സ്ട്രീം ഓഫ് തോട്ടിനകത്ത് വരുന്നത്. ഓക്കെ, അടുത്തത് ഫോം ഓഫ് തോട്ട് ആണെങ്കിൽ മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ: നിയോളജിസം, വേർഡ് സലാഡ്, ഡീറെയിൽമെന്റ്. അതായത് ഫോം ഓഫ് തോട്ട് എങ്ങനെയൊക്കെയാണ് ഇയാളുടെ തോട്ട് വരുന്നത്, അതാണ് ഫോം ഓഫ് തോട്ടിനകത്ത് പറയുന്നത്. നിയോളജിസം, അതായത് പുതിയ കോയിനിങ് ഓഫ് ന്യൂ വേർഡ്സ് ആണ് നിയോളജിസം. ഇപ്പോൾ പേഷ്യന്റ് സംസാരിക്കുന്ന വർത്തമാനങ്ങളിലൊക്കെ, പേഷ്യന്റിന്റെ സംസാരത്തിലൊക്കെ പുതിയ കുറെ ടേംസ് ഒക്കെ പുള്ളിക്കാരനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറെ വേർഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള സംസാരമായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതിന്റെ അർത്ഥം പുള്ളിക്ക് ആ പേഷ്യന്റ് മാത്രം മനസ്സിലാവത്തുള്ളൂ. അതാണ് നിയോളജിസം. അപ്പം വേർഡ് സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വേർഡ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. മീനിങ് ആയിട്ടൊന്നും അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. എന്നാൽ കുറെ വേർഡ്സിനെ മിക്സപ്പ് ആക്കി എന്തൊക്കെയോ പറയും, നമുക്കത് കണ്ടന്റ് മനസ്സിലാവത്തില്ല. അപ്പൊ അതാണ് വേർഡ് സലാഡ് എന്ന് പറയുന്നത്. ഡീറെയിൽമെന്റ് ഇങ്ങനെ തന്നെ, പറയുന്നതിലെ ടോണിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും പേഷ്യന്റ് അടുത്തുനിന്ന് കിട്ടാനില്ല. സോ അതിനെ ഡീറെയിൽമെന്റ് ആയിട്ട് പറയാം. സോ ദീസ് ആർ ദ തിങ്സ് കം അണ്ടർ ഫോം ഓഫ് തോട്ട്. എങ്ങനെയൊക്കെയാണ് ഈ തോട്ട് വരുന്നത്. ദെൻ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടന്റ് ഓഫ് തോട്ട്. ഇയാളുടെ തോട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. മെയിൻ ആയിട്ടും ഇതിൽ വരുന്നത് ഡെലൂഷൻസ് ആണ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാൾസ് അൺഷേക്കബിൾ ബിലീഫ്, തെറ്റായിട്ടുള്ള ഒരു വിശ്വാസമാണ് പേഷ്യന്റിന്റെ. അപ്പൊ അത് പലതരത്തില് ഡെലൂഷൻസ്, ഒരുപാട് ടൈപ്പുകളൊക്കെ ഉണ്ട്, നമുക്കത് വേറെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഡെലൂഷൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള എന്നാൽ അൺഷേക്കബിൾ ആയിട്ടുള്ള, നമുക്ക് മാറ്റാൻ പറ്റാത്ത പേഷ്യന്റിന്റെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളെയൊക്കെയാണ് ഡെലൂഷൻ ആയിട്ട് പറയുന്നത്. ദെൻ ഫോബിയ, എക്സ്ട്രീം ആയിട്ടുള്ള ഫിയർ ആണ് ഈ ഫോബിയ എന്ന് പറയുന്നത്. പാനിക് ആയിട്ടുള്ള ഉള്ള രീതിയിലേക്ക് പേഷ്യന്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് പേടിക്കുന്നത് ഫോബിയ പറയാം. ഡീപേഴ്സണലൈസേഷൻ ആൻഡ് ഡീറിയലൈസേഷൻ, ഇതും കണ്ടന്റ് ഓഫ് തോട്ടിൽ വരുന്നതാണ്. ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ബോഡി റിലേറ്റഡ് ആയിട്ടോ ക്യാരക്ടർ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും തരത്തിൽ ഇത് ഇല്ല എന്ന് പറയുന്നത് ഡീപേഴ്സണലൈസേഷൻ ആയിട്ട് പറയാം. ഡീറിയലൈസേഷൻ എന്ന് പറയുന്നത് എല്ലാം മായയാണ്,
ഇതൊന്നും റിയൽ അല്ല, ഈ ദിസ് വേൾഡ് ഈസ് ഡു നോട്ട് എക്സിസ്റ്റ്, നമുക്കിത് തോന്നുന്നതാണ്, ഇങ്ങനെയൊക്കെയുള്ള തോട്ടുകളൊക്കെ ഡീറിയലൈസേഷൻ ആയിട്ട് പറയാം. ഡീപേഴ്സണലൈസേഷൻ വരുമ്പോൾ പേഷ്യന്റിന് കൈയും കാലും അനാറ്റമിക്കൽ ഫിസിക്കൽ സ്ട്രക്ചറിനകത്ത് ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. പക്ഷെ പേഷ്യന്റ് പറയും, എന്റെ മൂക്കില്ലേ, എന്റെ മൂക്ക് ഡാമേജ് ആയതാണ്, എന്റെ മൂക്ക് പണ്ട് ആക്സിഡന്റ് ആയി പോയതാണ്, പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ മൂക്ക് അത് ഞാൻ സർജറി ചെയ്ത് വെച്ചുപിടിപ്പിക്കുന്ന ഗോൾഡിന്റെ മൂക്കാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. അയാളുടെ ബോഡി ഫിസിക്കൽ സ്ട്രക്ചർ എന്തെങ്കിലും, അത് അനാറ്റമിക്കൽ സ്ട്രക്ചർ എന്തെങ്കിലും, കൈയില്ല, കാലില്ല, ഇതെല്ലാം ഉണ്ടാകും റിയൽ ആയിട്ടും, പക്ഷെ അതൊന്നും പേഷ്യന്റിന് സ്വന്തമല്ല, ഇത് ആർട്ടിഫിഷ്യൽ ആണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഡീപേഴ്സണലൈസേഷൻ ആയിട്ടുള്ളത്. പിന്നെ പൊസഷൻ ഓഫ് തോട്ട്. ഓക്കെ, നാലാമത്തേതായിട്ട് തോട്ടിനകത്ത് വരുന്നതാണ് പൊസഷൻ ഓഫ് തോട്ട്. ഈ തോട്ട് ആരുടെയാണ് എന്നുള്ള കാര്യങ്ങൾ വരുന്നതാണ് പൊസഷൻ ഓഫ് തോട്ട്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത് തോട്ട് ഇൻസേർഷൻ, തോട്ട് വിഡ്രോവൽ ആൻഡ് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഒബ്സഷൻസ് ആൻഡ് കമ്പൾഷൻ. എന്തെങ്കിലും കാര്യം നമ്മൾക്ക് ഇപ്പൊ ഒബ്സഷൻസ് ആൻഡ് കമ്പൾഷൻ OCDക്കകത്തൊക്കെ വരുന്ന കാര്യമാണ്. ഒബ്സഷൻസ് ആൻഡ് കമ്പൾഷൻ അതായത് ഏതെങ്കിലും കാര്യത്തിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മളുടെ ചിന്ത വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ OCDക്കകത്ത് മെയിൻ ആയിട്ടും കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് തിരിച്ച് കൈ കഴുകിക്കൊണ്ടിരിക്കുക, തിരിച്ച് ഇപ്പോൾ ഒരു ദിവസം 4-5 പ്രാവശ്യം കുളിക്കുന്നത്, ഭയങ്കര വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ഒബ്സഷൻ ആയിരിക്കും. അപ്പൊ അത് അവർക്കറിയാം അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന്. എന്നാൽ പോലും ആ ചിന്തേനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആരോ ഫോഴ്സ്ഫുള്ളി ആ ഒരു തോട്ട്, ഇത് കൈ വൃത്തിയില്ല, കയ്യിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ഈ ഒരു തോട്ട് അവരുടെ മൈൻഡില് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി വന്നുകൊണ്ടിരിക്കും. അതാണ് പൊസഷൻ ഓഫ് തോട്ട്. അവർക്ക് തോട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആരോ അവരുടെ മൈൻഡിൽ കയറ്റിവിട്ടതുപോലെ ഒരു തോട്ടായിട്ടാണ് വരുന്നത്. സോ അങ്ങനെയുള്ള ചിന്തകളെയാണ് ഒബ്സഷൻ ആൻഡ് കമ്പൾഷൻ. ഒബ്സസീവ് തോട്ട് കമ്പൾസീവ് ആക്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് OCD. അപ്പോൾ കൈ വൃത്തിയില്ല എന്നുള്ള കാര്യം തിരിച്ച് തോന്നിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ തൃപ്തിയായിട്ടിരിക്കാൻ പറ്റത്തില്ല, അടുത്ത കൈ കഴുകുന്നത് വരെ തൃപ്തി ഉണ്ടാവത്തില്ല. അതാണ് ഒബ്സഷനും കമ്പൾഷനും വരുന്നത്. ദെൻ തോട്ട് ഇൻസേർഷൻ എന്ന് പറഞ്ഞാല് ഒരാൾക്ക് പേഷ്യന്റിന് ഫീൽ ചെയ്യുന്നു, ഞാനിപ്പോ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാ, പക്ഷെ ഇതെല്ലാം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറ്റി വിടുക. അവിടെ ഇരുന്ന് ആരോ ഒരാള് കമ്പ്യൂട്ടർ വഴി എന്റെ തോട്ടിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്റെ ചിന്തകളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കടത്തിവിടുന്നത് ആ ഒരു വ്യക്തിയാണ്. ആരോ അവിടെ ഇരുന്ന് എന്റെ മൈൻഡിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വിടുവാണ് എന്നൊക്കെയുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് സംസാരിക്കുന്നതാണ് തോട്ട് ഇൻസേർഷൻ. തോട്ട് വിഡ്രോവലും അതുപോലെ തന്നെ. ഒരു കാര്യം പറയത്തില്ല അവര് സംസാരിക്കാനേ ഭയപ്പെടും. അവര് പറയും, ഒന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ എന്ത് പറഞ്ഞാലും അത് അപ്പം അവിടെ അറിയും, ആരോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ആരോ എന്നെ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ തോട്ട്, എന്റെ പറയുന്ന കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ എന്നെ ഫോളോ ചെയ്യുന്ന ആ ഒരു ആൾക്കാര്, അവര് പെട്ടെന്ന് തന്നെ അത് എന്റെ തോട്ട് വിഡ്രോ ചെയ്തുകൊണ്ട് പോകും. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല, അപ്പൊ തന്നെ ആ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു പോകും. കാരണം എന്നെ സ്പൈ വർക്ക് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഈ രീതിയിലൊക്കെ സംസാരിക്കും. അതെല്ലാം തോട്ട് വിഡ്രോവലിനകത്ത് വരും. അടുത്തത് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്, ബ്രോഡ്കാസ്റ്റ് എന്തുവാ, ഈ ന്യൂസ് പേപ്പറിലും മാഗസീനിലും ടെലിവിഷനിലും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് പേഷ്യന്റ് ഫീൽസ് ദാറ്റ് മറ്റുള്ളവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ TV-യിൽ വരുന്നത്, റേഡിയോയിൽ പറയുന്നത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലുള്ളത്, ഇതെല്ലാം തന്നെ പറ്റിയാണ്, താൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ ന്യൂസ് വെച്ചിരിക്കുന്നത്, എനിക്കറിയാം ഇത് ഞാൻ കാണാൻ വേണ്ടിയിട്ട് പറയുന്നതാ, എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഇവർ പറയുന്നത്, ഈ രീതിയിൽ എല്ലാം എന്നെ പറ്റിയാണ് പറയുന്നത്, എന്നെ പറ്റിയാണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചിന്ത, എന്നുള്ള ബിലീഫൊക്കെയാണ് തോട്ട് ബ്രോഡ്കാസ്റ്റിങ്ങിനകത്ത് വരുന്നത്. അപ്പോൾ ദീസ് ആർ ദ തിങ്സ് കം അണ്ടർ തോട്ട് ഡിസോർഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഈ ഇമേജ് നോക്കുക. ഡിസോർഡേഴ്സ് ഓഫ് തോട്ടിനെ 4ആയിട്ട് നമുക്ക് തിരിക്കാം. സ്ട്രീം ഓഫ് തോട്ടിനകത്ത് കുറച്ച് കാര്യങ്ങൾ നോക്കുന്നു. ഫോം ഓഫ് തോട്ട്, കണ്ടന്റ് ഓഫ് തോട്ട് ആൻഡ് പൊസഷൻ ഓഫ് തോട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്, കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. താങ്ക് യു.